നമസ്കാരം. അപ്പോൾ ഇടിയൻ ചന്തു എന്ന് പറയുന്ന ആ ഒരു ചിത്രം കാണുന്നതിന് വേണ്ടി ഒരു സ്പെഷ്യൽ അതിഥി എത്തിയിട്ടുണ്ടായിരുന്നു. സലീം കുമാറിന്റെ മകൻ ചന്തു. അപ്പോൾ ആ ഒരു ചന്തുവിന്റെ ഓരോ മൂവ്മെന്റ്സ്, ആ ഒരു സ്പെഷ്യൽ വാക്കിംഗ്, തീർച്ചയായിട്ടും ചന്തുവിന്റെ ആ ഒരു മൂവ്മെന്റ്സ് എടുക്കാൻ ഒത്തിരി സമയം വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് തോന്നുന്നു. കാരണം പ്രേക്ഷകർ വിടുന്നുണ്ടായിരുന്നില്ല. തീർച്ചയായിട്ടും ആ ഒരു മൂവ്മെന്റ്സ് എന്തായാലും നമ്മുടെ ക്യാമറയിൽ പകർത്തിയിട്ട് നമ്മൾ പോരുള്ളൂ. അപ്പോൾ പ്രേക്ഷകരുടെ കയ്യിൽ നിന്ന് ചാടിപ്പോന്ന ആ ഒരു ചന്തുവിനെ വീണ്ടും സിനിമയുടെ ക്രൂ, സിനിമ നടിമാരും നടന്മാരും ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ചന്തുവിന്റെ വീഡിയോ കിട്ടാതെ നമ്മൾ പോവില്ല. ഓ, അങ്ങനെ സിനിമ തിയേറ്ററിൽ നിന്ന് പുറത്ത് ചാടി മോനെ. എന്തായാലും പുതിയ ജനറേഷനിലേക്ക് കിണ്ണങ്കാച്ചി നടനാണ് ആ വരുന്നത്. എന്തായാലും അധികം നാളെ നീണ്ടുപോകില്ല. തീർച്ചയായിട്ടും ഒരു ചിത്രത്തിലെ മെയിൻ കഥാപാത്രം എന്നൊരു സംഭവം തന്നെ അടുത്ത് തന്നെ ഉണ്ടാവും. അപ്പൊ കൂടെ ഉണ്ടായിരുന്നൊരു മീഡിയക്കാരൻ സുഖമല്ലെന്ന് ചോദിച്ചു. പക്ഷെ എന്റെ വക ഒരു സുഖം അല്ലേ എന്നൊരു ചോദ്യം വേണ്ടേ? തീർച്ചയായിട്ടും ഞാനും ചോദിച്ചു. ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം? വെറുതെ ആവശ്യമില്ലാതെ ചോദ്യം ചോദിച്ചു നമ്മ ഞെട്ടാണ്ടിരുന്നാ മതി അല്ലേ? ഇതുപോലത്തെ ത്രില്ലിംഗ് പടങ്ങളായിരിക്കും റൊമാൻസ് ആണ്. അപ്പൊ അടുത്ത ഹീറോ ആവോ? എന്ത് ചോദ്യമാണ് ബ്രോ ചോദിക്കണത്? അദ്ദേഹം ഇപ്പൊ തന്നെ ഹീറോ ആണ്. നെക്സ്റ്റ് ഹീറോ ഉറപ്പാണ്. 100 വോട്ടേജ് പറയാം. എനിക്ക് ബെസ്റ്റ് ഇല്ല. അതുകൊണ്ട് എനിക്ക് മച്ചാനിമാര് കുഴപ്പിച്ചളയോട്ടെ ചോദ്യങ്ങൾ ചോദിച്ചു. അപ്പൊ വളരെ ശ്രദ്ധിച്ച് മാത്രം ഉത്തരം പറഞ്ഞാൽ മതി. അങ്ങനെ ചോദ്യം ചോദിച്ചു വണ്ടി വരെ എന്തെറ്റിപ്പോയാനെ ചന്തുല. വണ്ടി മാറി കയറി പോയാനിപ്പോ. എന്റെ വണ്ടി ഇതാ. ഞാൻ വെറുതെ കുറെ ചോദ്യം ചോദിച്ചു കഴിഞ്ഞപ്പോ, കാരണം വെച്ചാൽ അദ്ദേഹത്തിന്റെ വെറുതെ ആവശ്യമുള്ള എക്സ്പ്രഷൻ ഇട്ട് ചാവളത്.